റൗണ്ട് ഓഫ് 32-ൽ ഇന്ന് നമ്മൾ കണ്ട ബെൽജിയം സെനഗൽ പോരാട്ടം ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നായി കണക്കാക്കപ്പെടും. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും ത്രില്ലടിപ്പിച്ചതുമായ ഒരു പോരാട്ടങ്ങളിലൊന്നായിരുന്നു ഇത്. മത്സരം വമ്പൻ ആവേശത്തോടു കൂടിയായിരുന്നു തുടങ്ങിയത്. ആദ്യം ബെൽജിയം ആക്രമണങ്ങളായിരുന്നു കണ്ടിരുന്നതെങ്കിൽ സ്കോർ ബോർഡ് ചലിച്ചത് സെനഗലിനൊപ്പമായിരുന്നു. മത്സരത്തിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കാമെന്ന് കരുതിയ ബെൽജിയത്തിന് തെറ്റി സെനഗലിൻ്റെ കളിക്ക് മുന്നിൽ ബെൽജിയം കളി മറന്നു. മത്സരത്തിൻ്റെ 24-ാം മിനിറ്റിൽ ഡിയേർ നേടിയ ഗോളിലൂടെ സെനഗൽ മുന്നിലെത്തുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ സെനഗലിൻ്റെ വമ്പൻ ഗോളോടെ ബെൽജിയത്തിന് തിരിച്ചു വരാനുള്ള ആദ്യ പകുതിയിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ടായിരുന്നു സെനഗലിൻ്റെ ആദ്യ ഗോൾ. അതും 24-ാം മിനിറ്റിൽ. ആദ്യ പകുതി കളം വിടുമ്പോൾ ബെൽജിയം 0 സെനഗൽ 1 എന്നായിരുന്നു. പരുക്കൻ കളിയായിരുന്നു ബെൽജിയം പുറത്തെടുത്തിരുന്നത്. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാമെന്നായിരുന്നു ബെൽജിയമിൻ്റെ പ്രതീക്ഷയെങ്കിൽ അത് തെറ്റി. മത്സരത്തിൻ്റെ 51-ാം മിനിറ്റിൽ തന്നെ സാർ നേടിയ ഗോളിലൂടെ സെനഗൽ വമ്പന്മാരെ വിറപ്പിച്ചുകൊണ്ട് 2 ഗോളുകൾക്ക് മുന്നിൽ. സാറിൻ്റെ 51-ാം മിനിറ്റിലെ ഗോളോടെ ബെൽജിയം ആകെ തകർന്നു. ബെൽജിയമിനി 3 ഗോളുകൾ അടിക്കണം മത്സരത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ. ഫുട്ബോൾ ലോകം ആഫ്രിക്കൻ കരുത്തരായ സെനഗലിൻ്റെ വിജയഗാഥകൾ പാടിത്തുടങ്ങി. മത്സരം 85 മിനിറ്റ് പിന്നിട്ടപ്പോഴും സ്കോർ ബോർഡിൽ സെനഗൽ 2 ഗോളുകൾക്ക് മുന്നിൽ. പക്ഷേ പിന്നെ കണ്ടത് തിരിച്ചുവരവാണ്. മത്സരത്തിൻ്റെ 86-ാം മിനിറ്റിൽ റൊമേലു ലുക്കാക്കു 1 ഗോൾ തിരിച്ചടിക്കുന്നു. പക്ഷേ തിരിച്ചു വരാൻ അത് മതിയായിരുന്നില്ല. ഇനിയും 1 ഗോൾ കൂടി വേണം. എന്നാലേ മത്സരം സമനിലയിലെങ്കിലും ആക്കാൻ സാധിക്കൂ. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടാൻ ഇനി വെറും 5 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്. ടൈം ക്ലോക്കിൽ 89 പിന്നിട്ട് 90-ലേക്ക് കടക്കുന്നു. ടീൽമാൻസ് നേടിയ ഗോളിലൂടെ ബെൽജിയം ഇതാ സെനഗലിനൊപ്പം പിടിച്ചിരിക്കുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ നേടിയ 2 ഗോളുകൾ. ലുക്കാക്കുവിൻ്റെയും ടെൽസ്മാൻ്റെയും ഗോളിലൂടെ ബെൽജിയം കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇരു ടീമുകളും 2 ഗോൾ അടിച്ചതിനാൽ മത്സരം ആഡ് ഓൺ ടൈമിലേക്ക്. 90 മിനിറ്റ് അവസാനിച്ച് 30 മിനിറ്റിലേക്ക് നീണ്ട പോരാട്ടത്തിൻ്റെ 120 മിനിറ്റും പിന്നിട്ടു. 2-2. അപ്പോഴാണ് ബെൽജിയത്തിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നത്. സെനഗൽ താരത്തിനെതിരെയുള്ള വാർ ചെക്കിങ്ങിലൂടെ അവർക്ക് പെനാൽറ്റി ലഭിക്കുന്നു. പെനാൽറ്റി എടുത്ത ടെൽസ്മാന് തെറ്റിയില്ല. മത്സരത്തിൻ്റെ 124-ാം മിനിറ്റിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു വേൾഡ് ക്ലാസ് തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ബെൽജിയം. ടെൽസ്മാൻ്റെ ഇരട്ട ഗോളിലൂടെ മത്സരം 3-2. മത്സരത്തിൻ്റെ 86 മിനിറ്റ് വരെ 2 ഗോളുകൾക്ക് പിന്നിലായ ബെൽജിയമാണ് 120 മിനിറ്റ് അവസാനിക്കുമ്പോൾ 3-2 എന്ന സ്കോറിൽ മത്സരം പിടിച്ചെടുത്തതും റൗണ്ട് ഓഫ് 16-ലേക്ക് മുന്നേറിയതും. സെനഗലിൻ്റെ പോരാട്ട വീര്യം അവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.